റൂബിക്സും മഴവിലും തമ്മിൽ ഒരുപാട് സാദൃശ്യമുണ്ടല്ലേ? ശരിക്കും ഒരു മഴവിലുള്ള അല്ലെങ്കിൽ റെയിൻബോയിലുള്ള ഏകദേശം കളേഴ്സ് എല്ലാം നമുക്ക് റൂബിക്സിൽ കാണാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നത് റൂബിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മഴവിലിനെ കുറിച്ചോ അല്ല. എന്നാൽ മഴവിലുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള ഒരു കാര്യമാണ്. ആകാശത്ത് കാണുന്ന മഴവിലിനെ പോലും അടിച്ചു മാറ്റിയ ഒരു കൂട്ടം ആളുകൾ, പച്ചയായിട്ടുള്ള കള്ളം ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും ചെറിയ കുട്ടികളുടെ മനസ്സിൽ പോലും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ എളുപ്പമായി ഉത്തരം നൽകാവുന്ന ഒരു ചോദ്യം, അതായത് ജെൻഡർ അഥവാ ലിംഗഭേദം എത്ര തരമുണ്ട് എന്നുള്ളതിന് രണ്ടേ രണ്ട് ഉത്തരങ്ങൾ മാത്രമേ ശാസ്ത്രീയമായുള്ളൂ. അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ഇതാണ് ശാസ്ത്രീയമായ അടിസ്ഥാനം. കാരണം ഫീമെയിൽ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് എക്സ് ക്രോമസോമുകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്ന വൈ ക്രോമസോം എക്സ് ക്രോമസോമായി കൂടിച്ചേർന്നാൽ ഒരിക്കലും ഒരു സ്ത്രീ ഉണ്ടാവുകയില്ല. അവിടെ ഉണ്ടാകുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്, അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു സ്ത്രീ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഒരു പുരുഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പി നടത്തി, അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തി, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് ഒരാൾ അവകാശപ്പെടുകയാണ്, ഒരു പുരുഷൻ അവകാശപ്പെടുകയാണ് ഞാൻ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അതൊരിക്കലും ശരിയല്ല. കാരണം എത്രമാത്രം മേക്കപ്പ് നടത്തിയാലും എത്രമാത്രം ഹോർമോൺ തെറാപ്പി നടത്തിയാലും അകത്തിരിക്കുന്ന ഹോർമോൺസ് ഒരിക്കലും മാറുകയില്ല, അകത്തിരിക്കുന്ന വൈ ക്രോമസോം അപ്രത്യക്ഷമാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പറയുന്ന ഒരു ചേട്ടനെ നമ്മൾ ചേച്ചി എന്ന് ഒരിക്കലും വിളിക്കരുത്. ചേച്ചി എന്ന് സ്വയം അവകാശപ്പെടുന്ന ചേട്ടന്മാരെ നമ്മൾ വിളിക്കേണ്ടത് ചേട്ടാ എന്ന് തന്നെയാണ്.